എന്താ ഇൻസ്പെക്ടറെ, ഒരു നല്ല കസേര കൊടുത്തൂടെ? ഇതിൽ കൂടുതൽ നല്ല കസേരയൊന്നും സ്റ്റേഷനിൽ ഇല്ല സർ. ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. ഈ നിൽക്കുന്നതേ ഒരു മിനിസ്റ്ററാ. പക്ഷെ ഇപ്പൊ പ്രതിയായില്ലേ സർ? മന്ത്രി എന്ന നിലയിൽ എനിക്ക് നഷ്ടപ്പെട്ട പ്രതിച്ഛായോ? അമ്മ, ഇത് പൊളിറ്റിക്സാ. കരി പുരളാനും കഴുകിക്കളയാനും ഒക്കെ 1 മണിക്കൂർ നേരം വേണ്ടല്ലോ. അടുത്ത ഇലക്ഷനിൽ അമ്മ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന അനന്തരങ്ങൾ പറയുന്നേ. നീ സ്റ്റേഷനിലെത്തിയോ? എത്തി. ഇപ്പൊ എത്തിയതേ ഉള്ളൂ. എന്നാ ചേച്ചിക്കൊന്ന് ഫോൺ കൊടുത്തേ. കൊടുക്കച്ച. അച്ഛൻ എന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങിയതാ. ഒരു ക്ഷീണം പോലെ തോന്നി തിരിച്ചു കയറി. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഫോൺ തരാൻ പറഞ്ഞു. പ്രതാപ, കാര്യങ്ങൾ അവള് പറഞ്ഞല്ലോ. പറഞ്ഞു. ചേച്ചി വെറുതെ വാശി പിടിക്കാതെ അവള് പറയുന്ന ഒന്ന് കേക്ക്. ഞാൻ അവളോടൊപ്പം അഡ്വക്കേറ്റിനെ കൂടെ അയച്ചിട്ടുണ്ട്. അവർ ജാമ്യം എടുക്കും. ചേച്ചി തിരിച്ചു വാ. ഇല്ല പ്രതാപ, ഈ കാര്യത്തിൽ നീ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. ഇതിനെതിരെ ഞാൻ പോരാടും. എനിക്ക് എന്റെ സത്യസന്ധത തെളിയിക്കണം. ചേച്ചി, അപ്പോ നിങ്ങൾ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാണോ? എന്റെ തീരുമാനങ്ങൾക്ക് നിന്റെ അംഗീകാരത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ പോലീസ് ലോക്കപ്പിലോ സെൻട്രൽ ജയിലിലോ പോയി കിടക്കുന്നതിന് എനിക്കെന്താ? എനിക്ക് സന്തോഷമുള്ളൂ. പിന്നെ എന്റെ അച്ഛനൊരൽപ്പം നാണക്കേടുണ്ടാവും. നിനക്ക് പറ്റുമെങ്കിൽ നിന്റെ അമ്മയ്ക്ക് കുറച്ച് ബുദ്ധി ഉപദേശിക്കേ. ആരെയും എന്തിന് സ്വന്തം മകനെ പോലും വിശ്വസിക്കരുതെന്ന് നീ തന്നെ നിന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്ക്. നീ എന്താ ആ പറഞ്ഞതിനർത്ഥം? അതിന്റെ അർത്ഥം എന്താണെന്ന് നിന്റെ അമ്മയ്ക്ക് വഴിയേ മനസ്സിലാവും. എന്നെ എന്റെ മകനെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്നോടി. ഇറങ്ങി പോടി. നമുക്ക് തോന്നും ഈ അക്രമവും അനീതിയും ചതിയും വഞ്ചനയൊക്കെ ചെയ്യുന്നവര് എന്തേ ദൈവം പിടികൂടാത്തെന്ന്. ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. സഹി കെടുപ്പോ ഒരു കൊട്ട് കൊടുക്കും. അത് ആഞ്ഞൊരു കൊട്ടായിരിക്കും. എന്നാലും ഈ അംബിക ചെയ്തത് ഇത്തിരി കടുപ്പം തന്നെയാ. അതാ ഞാൻ പറഞ്ഞത്, ദൈവം ഒന്ന് കൊടുത്തതാണെന്ന്. ഇപ്പോ ലോക്കപ്പിൽ കിടക്കാല്ലേ. നമ്മുടെ മോനോടും മോളോടും ഒക്കെ ചില്ലറ ഉപദ്രവങ്ങളാണ് അവള് ചെയ്തു കൂട്ടിയത്. വർമ്മ സാറിനെയും ശേഖരൻ സാറിനെയും വെറുതെ വിടണ്ടോ? അതുമില്ല. അല്ല, ഇതിപ്പോ വലിയ കേസാണോ വേണുവേട്ടാ? പിന്നെ വലിയ കേസാണോന്നാ? എടീ, ക്വസ്റ്റ്യൻ പേപ്പറാ ചോർന്നേക്കണേ. അതും SSLCയുടെ. അതും നാളെ നടക്കേണ്ട എക്സാം ആയിരുന്നു. ഓ, നല്ലതെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ കുറച്ച് പാടാ. ചിലപ്പോ വർഷങ്ങളെടുക്കും. പക്ഷേ ചീത്തയെന്ന് പറയിപ്പിക്കാൻ 1 നിമിഷം മതി. വർമ്മ സാറ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സൽപ്പേരാ. രാഷ്ട്രീയത്തില് ഒരു ദുഷ്പേരും ഇല്ലാത്ത മനുഷ്യരായിരുന്നു വർമ്മ സാറ്. അതേ അവളീ കുറച്ച് ദിവസം കൊണ്ട് കളഞ്ഞു വിളിച്ചില്ലേ. ഇവൾക്കൊന്നുമില്ലായിരിക്കും. പക്ഷേ പ്രതാപവർമ്മ സാറ് എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? രാജു ആയിരിക്കും. രണ്ടാൾക്കും വിശപ്പടിച്ചോ? ഏയ്, വിശപ്പൊന്നും ആയിട്ടില്ലടാ. നിനക്കോടി? കുറച്ചുകൂടെ കഴിയട്ടെ. എന്തായി മോനെ അംബികയുടെ കാര്യം? അവരൊരു നാണം കെട്ട വാശിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇരിക്കുക. പിടിക്കപ്പെട്ടപ്പോ ആദർശം പറഞ്ഞ് നേരെ ആവാനുള്ളൊരു തന്ത്രം. അതൊക്കെ പൊതുജനങ്ങൾക്ക് മനസ്സിലായിക്കോളും. മോളിനി ഇങ്ങോട്ട് വരുവോ? വരാതിരിക്കുവോ? രാത്രിയായില്ല മോനെ, മോളോട് അവിടെ കിടക്കാൻ പറ. നമ്മളെല്ലാരും ഈ ലോഡ്ജിലായതുകൊണ്ട് അവള് തീർച്ചയായിട്ടും വരുമമ്മേ. അവളങ്ങനെയാ.
എന്തൊക്കെ കഷ്ടപ്പാടും ദുരിതം ഉണ്ടായാലെന്താ? ഇങ്ങനെ ഒരു മരുമോള് പോരെ വേണുവേട്ടാ നമുക്ക് സന്തോഷിക്കാൻ. സത്യവാടി, ദൈവം നമുക്ക് അറിഞ്ഞു തന്നൊരു പുണ്യ ഋതുമോള്. അവള് ഇപ്പൊ എന്നോട് പരിഭ്രമിച്ച് നടക്കുക. എന്താ? എന്തിന്? ദേ, നീ വെറുതെ ആ കുഞ്ഞിനെ വിഷമിപ്പിക്കില്ല മോനെ. ആ പരിഭവം മറ്റൊന്നിനും അല്ലമ്മേ. അവൾക്ക് കുടുംബവക സ്വത്തുക്കൾ ഏറെ ഉണ്ടല്ലോ. ആ ഫണ്ട് എടുത്ത് നമുക്കൊരു വീട് വാങ്ങിക്കാന്ന് പറഞ്ഞു. ഞാനത് സമ്മതിച്ചില്ല. അത് നന്നായിടാ. എന്തായാലും നമുക്ക് നാളെ ഒരു വാടക വീട് കണ്ടെത്തണം. ഭഗവാൻ എല്ലാ കാര്യത്തിലും മനുഷ്യരെ ഒരു ബാലൻസിൽ നിർത്തും. പെൺമക്കൾ രണ്ടുപേരും തള്ളി പറഞ്ഞപ്പോ നമ്മളെ സ്നേഹിക്കാനും പരിചരിക്കാനും മറ്റൊരു മകളെ തന്നില്ലേ? അല്ല, ഇന്ന് ഇവിടെയാണോ അതോ അവിടെ താമസിക്കുന്ന അടുത്തേക്ക് പോകുന്നോ? അവരൊരു ലോഡ്ജിലല്ലേ അച്ഛ. എനിക്ക് പോയേ പറ്റൂ. പൊയ്ക്കോ, പോണ്ടാന്നാല് പറഞ്ഞു. ഈ ചേച്ചി ഇങ്ങനെ വാശി പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന ഓർക്കുമ്പോഴാ എനിക്ക് ടെൻഷൻ. പോലീസ് ലോക്കപ്പിൽ കിടക്കുന്നത് എന്തോ ആദർശ ധീരതയും മഹാത്യാഗവും എന്നൊക്കെയാ ചേച്ചിയുടെ ധാരണ. എല്ലാത്തിന്റെ അവസാനം എന്താണെന്ന് എനിക്കൊരു ധാരണ ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. അതങ്ങനെല്ലാം നിൽക്കട്ടെ. നാളെ തന്നെ രാജുവിന്റെയും കുടുംബത്തിന്റെയും പ്രശ്നം സമാധാനമായിട്ട് പരിഹരിക്കണം. അത് ഞാൻ പരിഹരിച്ചിരിക്കും. ഇതൊന്നും നീ തൽക്കാലം ആരോടും പറയണ്ട. ഞാൻ പറയില്ല അച്ഛാ. ശരാ, എന്താ ഏട്ടാ? നീ ഇവിടെ കൊണ്ട് ചെന്ന് രാജുവിന്റെ വീട്ടുകാർ താമസിക്കുന്നിടത്ത് വിട്. ശരി ഏട്ടാ. മോളുവാ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എന്താ ഇൻസ്പെക്ടറെ, ഒരു നല്ല കസേര കൊടുത്തൂടെ? ഇതിൽ കൂടുതൽ നല്ല കസേരയൊന്നും സ്റ്റേഷനിൽ ഇല്ല സർ. ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. ഈ നിൽക്കുന്നതേ ഒരു മിനിസ്റ്ററാ. പക്ഷെ ഇപ്പൊ പ്രതിയായില്ലേ സർ? പ്രതിയായിരിക്കും, പക്ഷേ കുറ്റം തെളിയിക്കപ്പെട്ടില്ലല്ലോ. എന്തെങ്കിലും തെളിവില്ലാതെ ഒരു മിനിസ്റ്റർ പോലീസ് അറസ്റ്റ് ചെയ്യോ സർ? താനുമായിട്ട് ഞാനൊരു വഴക്കിനില്ല. ഞാൻ അംബിക വർമ്മയ്ക്ക് ഫുഡ് കൊടുക്കാൻ വന്നതാ. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. സർ, ലോക്കപ്പിൽ കിടക്കുന്ന പ്രതികൾക്ക് പോലീസ് തന്നെ ഫുഡ് വാങ്ങി കൊടുക്കുന്നത്. പിന്നെ അനന്തംപിള്ള സാറിനെ ഞങ്ങൾക്ക് വിശ്വാസമായതുകൊണ്ട് എതിരൊന്നും പറയുന്നില്ല. കൊടുത്തോളൂ.